my dears, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കുഞ്ഞു മിനി കിറ്റിന്റെ ഒരു റിവ്യൂ വീഡിയോ ആണെന്ന് പറയാം. ഇതിന്റെ അകത്ത് 16 ലിപ്സ്റ്റിക് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? വിശ്വസിച്ചേ പറ്റൂ. കാര്യം നമ്മുടെ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ഇല്ലേ, അതിന്റെ ആ ഒരു സൈസിലാണ് വരുന്നത്. ജസ്റ്റ് ഒരു സാമ്പിൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു സൈസ് എന്ന് പറയുന്നത്. ആകെ ഇത്രയേ ഉള്ളൂ. ഇത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു കുഞ്ഞ് ക്യൂട്ട് പാക്കേജിങ്ങിൽ ജസ്റ്റ് ഹെർബ്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ആയുർവേദിക് മിനി മൈക്രോ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു കിറ്റാണ്. എനിക്കിത് കിട്ടിയത് സ്മിട്ടണിൽ നിന്നാണ്. ഫ്രീ ആയിട്ടാണ് കിട്ടിയത്. ഇത് പാരബൻ ഫ്രീ ആയിട്ടുള്ള 100% ആയുർവേദിക് പ്രോഡക്റ്റ് ആണ്. കെമിക്കൽസും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഒരുപാട് നാളായിട്ട് ഞാനിത് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. പലപ്പോഴും ഞാൻ വാങ്ങിക്കാൻ നോക്കിയിട്ടുമുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തുള്ള ലിപ്സ്റ്റിക്ക് നമുക്ക് കണ്ടിട്ട് നമുക്ക് ഓരോ ഷെയ്ഡും എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ കുറച്ച് സീരീസ് എന്ന് പറയുന്നത് ഒരു പിങ്ക് ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ബവ്ന സീരീസ് ആണ്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു ഷെയ്ഡ് തന്നെയാണ്. കൂടുതലും ഫെയർ സ്കിൻ ടോണിനാണ് ഇത് കൂടുതലും മാച്ചായി പോകുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ്. ഇനി നമുക്ക് രണ്ടാമത്തെ ലിപ്സ്റ്റിക് നോക്കാം. അപ്പം നമ്മുടെ രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ക്രിസ്റ്റൽ പീച്ചി പിങ്ക് എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇത് നേരത്തെ ഇട്ട അത്രയും ലൈറ്റ് അല്ല, കുറച്ചും കൂടി ഡാർക്കാണ്. എൻ്റെ കയ്യിൽ കുഞ്ഞു മിററൊന്നുമില്ല. അപ്പം നമുക്ക് കോമ്പാക്റ്റിൻ്റെ മിറർ വെച്ചിട്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് തീരെ കുഞ്ഞാണ് കേട്ടോ. അപ്പോൾ വളരെ സൂക്ഷിച്ച് മാത്രമേ ഇടാൻ പറ്റുള്ളൂ ഈ ഒരു ജസ്റ്റ് ഹെർബ്സിൻ്റെ ഈ ഒരു മിനി ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. പക്ഷേ ഒത്തിരി പാടൊന്നുമില്ല. ഞാൻ 1-2 വീഡിയോയിൽ കണ്ടു, 1-2 യൂസിനേ വരുള്ളൂ, തീരെ കുഞ്ഞാണെന്നൊക്കെ. ഞാൻ തന്നെ അത്യാവശ്യം കുറേ നാളായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പല പല ഷെയ്ഡ് മാറി മാറി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആദ്യത്തെ കുറച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. പിന്നെ അങ്ങ് യൂസ്ഡ് ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ സ്പീഡിലിടാൻ പറ്റും. എന്നാലും ഒരുപാട് കുത്തിപ്പിടിക്കാതെയും ഒരുപാട് പ്രഷർ കൊടുത്തും സ്പീഡിലൊന്നും ചെയ്യാൻ നോക്കരുത്. പതുക്കെ ചെയ്താലും നമുക്ക് കുറേ നാൾ നല്ലതുപോലെ ഇത് യൂസ് ചെയ്യാനായിട്ട് ഉറപ്പായിട്ടും പറ്റും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഷെയ്ഡ് ഇടാം. ഓക്കെ, ഇത് നിങ്ങളുടെ ആവശ്യം പോലെ വേണമെങ്കിൽ ലൈറ്റ് ആക്കി ഇടാം, കുറച്ചും കൂടി വേണമെങ്കിൽ ഡാർക്ക് ആയിട്ട് ഇടാം, എങ്ങനെ വേണമെങ്കിൽ ഇടാം. കയ്യിൽ കുറച്ച് ക്ലെൻസറാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം ആ ഒരു പിങ്ക് സീരീസിൽ വരുന്നതാണ്. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒരു മോയ്സ്ചറൈസർ ഇട്ടാൽ നല്ലതായിരിക്കും. ഒരു ലിപ് ബാം ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇത്തവണ ഇടാൻ ഞാൻ മറന്നുപോയി. ഒരുപാട് ഡാർക്ക് ആക്കുന്നില്ല, കാരണം പിങ്കാണ്. എനിക്കധികം സ്യൂട്ടാവലില്ല. Yeah, I'm about to fade away, cause every time I wake up I feel like it's Monday, something's going wrong. യെസ്, എങ്ങനെയുണ്ട്? ഇതാണ് നമ്മുടെ തേർഡ് ഷെയ്ഡ്, ബ്രൈറ്റ് പിങ്ക്. വീഡിയോയിൽ പക്ഷേ സ്യൂട്ടാവുന്നുണ്ട്. കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഭംഗിയുണ്ട് നേരിട്ട് കാണുന്നതിനേക്കാട്ടിലും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ലൈറ്റാക്കി ഇടാം. അതൊക്കെ യൂസ് ചെയ്യുന്ന ആൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അടുത്ത ഷെയ്ഡ് നോക്കാം. ഇനി നമ്മുടെ നാലാമത്തെ ഷെയ്ഡ് നോക്കാം. ടിൽ ടു ഡീപ്പ് പിങ്ക് ആണ് ഷെയ്ഡ്. എനിക്ക് ഇനി അങ്ങോട്ട് പോകുന്ന ഷെയ്ഡിൻ്റെ അടുത്താണ് കുറച്ചും കൂടി ഇഷ്ടം കൂടുതൽ. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ക്യാമറയിൽ ഫോണിൽ കാണുമ്പോഴത്തേക്കും വേറെ കളറാണോ, എല്ലാം ഒരുപോലെ ഇരിപ്പുണ്ടോ? കൺഫ്യൂഷനായോ? ഇപ്പോൾ ഇടുന്ന ഷെയ്ഡുകൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. പിങ്കിൻ്റെ പല പല വ്യത്യസ്ത തരത്തിലുള്ള ഷെയ്ഡ്സാണ്. അടുത്ത ഷെയ്ഡ് നോക്കാം. അടുത്ത ഡീപ്പ് റെഡാണ്. ഇതെനിക്ക് സ്യൂട്ടാവാൻ ചാൻസ് ഭയങ്കര കുറവാണ്. നല്ല റെഡാണിത്. ഇതാണ് ഷെയ്ഡ്. ഇട്ട് നോക്കാം. ലിപ് ബാം ഇട്ടില്ല, ഡ്രൈ ആയിട്ടിരിക്കുന്ന. ഓക്കെ, നെക്സ്റ്റിലിടാം. കരിനാക്ക്. I really hope that you will choose to stay through all the pain. I know you too. Oh, ഇതൊരു ആരും ചിരിക്കരുത്. നേരിട്ട് കണ്ടാൽ എല്ലാവരും ചിരിക്കാറപ്പ.
ഇതിൽ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നുണ്ട്. വാവ്, ഡ്രാക്കുള. എങ്ങനെയുണ്ട് അമ്മേ? വാവ്, മറ്റേ ഡ്രാക്കുള പോലെ ഉണ്ട്. ഞാൻ ഒട്ടും ചേരുന്നില്ല. പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് ഡീപ്പ് റെഡ്. സമയം കളയാൻ നമുക്ക് നമ്മുടെ 6ാമത്തെ ഷെയ്ഡിലോട്ട് പോവാം. ഇനി നമ്മുടെ 6th ഷെയ്ഡ് എന്ന് പറയുന്നത് ഈ സെറിൻ ബേൺഡ് റെഡ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. അപ്പം ഇനി പിങ്കിൽ നിന്ന് പതുക്കെ പതുക്കെ റെഡിലോട്ട് പോവാണ്. റെഡ് ഒന്നും എനിക്ക് സ്യൂട്ട് ആവാൻ ചാൻസ് ഇല്ല. ആരും ചിരിക്കരുത് പ്ലീസ്. മോയ്സ്ചറൈസ് ഇല്ലെന്ന് പറഞ്ഞു. ഇപ്പം തന്നെ ഉരച്ചൊരച്ച് വേദനിക്കുന്നുണ്ട്. വേഗം ഇടാം, വേഗം ഇട്ടാൽ പൊട്ടി പോവും. അതൊക്കെ ഇടാം. നിങ്ങൾക്ക് ഡിഫറൻസ് അറിയാൻ പറ്റുന്നുണ്ടോ? ഉണ്ടായിരിക്കല്ലേ ഇത്ര ഞാൻ കഷ്ടപ്പെട്ടിട്ടേ. അപ്പോൾ ഇതാണ് ബേൺ റെഡ്. നമുക്ക് 7ാമത്തെ ഷെയ്ഡിലോട്ട് പോവാം. മൗഷ് ബ്രൗൺ ഷെയ്ഡാണ്. വേഗം വേഗം കാണിക്കാം. ഇത് നല്ല ഷെയ്ഡാണേ. ഇതിൻ്റെ ലാസ്റ്റിങ്ങിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു 3 to 4 hours അടിപൊളിയായിട്ട് ലാസ്റ്റ് ചെയ്യും. പിന്നെ ക്ലെയിം ചെയ്തതിൽ നടക്കാത്തൊരു കാര്യം എന്ന് പറയുന്നത്, കണ്ടോ, ട്രാൻസ്ഫർ പ്രൂഫ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ സംഭവം ട്രാൻസ്ഫർ ആകുന്നുണ്ട്. അപ്പോൾ അത് ട്രാൻസ്ഫർ പ്രൂഫ് അല്ല. ബിക്കോസ് ഇത് ആയുർവേദിക് പ്രോഡക്റ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ല. നല്ലതാണോ? എനിക്കിഷ്ടമാണ് ഈ ഷെയ്ഡ്. അപ്പോൾ നമ്മുടെ 7th മൗഷ് ബ്രൗൺ. ഓക്കെ, പിന്നെ നമ്മുടെ 8th ഷെയ്ഡ്. പേര് ഞാൻ വായിക്കുന്നില്ല. മനുഷ്യന്മാരെ പോലെ ഓരോ ലിപ്സ്റ്റിക്കിനും ഓരോ വല്ലാത്ത പേരൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ റോസ് ബ്രൗൺ ആണ്. നമ്മൾ ബ്രൗൺ ഷെയ്ഡിലോട്ട് കിടക്കുകയാണ്. പിങ്കിൽ നിന്ന് നേരെ റെഡിലോട്ട്, റെഡിൽ നിന്ന് നേരെ ബ്രൗണിലോട്ട്. ഇതുവരെ യൂസ് ചെയ്തിട്ടേ ഇല്ല. നല്ല ഫ്രഷ് ആയിട്ടിരിപ്പുണ്ട്. ഒരുവിധം ഫോക്കസ് ആയി, അത് മതി. ഇത് കൊള്ളാം, രസമുണ്ട്. സൂപ്പർ ക്രീമി ലിപ്സ്റ്റിക്സ് ആണ്. ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ജസ്റ്റ് ഹെർബ്സിൻ്റെ മിനി ലിപ്സ്റ്റിക്സ്. നമുക്ക് സ്യൂട്ടാവുന്ന മാത്രം, ഇഷ്ടപ്പെട്ട മാത്രം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയത് വാങ്ങിച്ചാൽ മതിയല്ലോ. പക്ഷെ ഒരുപാട് നാൾ യൂസ് ചെയ്യാനുണ്ട്. ഞാൻ വിചാരിച്ച 1-2 യൂസിൽ തീരുന്നതാണ്. പക്ഷെ അല്ല, ഒരുപാട് നാളത്തേക്കുണ്ട്. കണ്ടോ, നമുക്ക് ഡെയിലിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ന്യൂഡ് പോലത്തെ ഒരു ഷെയ്ഡാണ്. നമ്പർ 8 റോസ് ബ്രൗൺ. ഓക്കെ, മൂവിങ് ഓൺ ടു ദ 9th ഷെയ്ഡ്. ഇത് നമ്മുടെ 9th ഷെയ്ഡാണ്, പീച്ചി കോറൽ. എങ്ങനെ ഉണ്ടാവും നോക്കാം. ശരിക്കും ഞാൻ ജസ്റ്റ് ഹെർബ്സിൻ്റെയും മില്യൺ കളേഴ്സിൻ്റെയും ഒരുമിച്ച് ചെയ്യണമെന്ന് വിചാരിച്ച വീഡിയോ ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് ഒരുമിച്ച് ചെയ്യാൻ പറ്റുമെന്ന്. അത് അടുത്ത പാർട്ടായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ കണ്ട കോളിന്. കാര്യം അതും കൂടി ഇനി ഇട്ട് ഉരച്ച് വരുമ്പോഴത്തേക്കും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ന്യൂഡ് ഷെയ്ഡ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ 10ാമത്തെ ഷെയ്ഡ് നോക്കാം. ഇതൊന്ന് കുറച്ചൊന്ന് ഒടിഞ്ഞിട്ടുണ്ട്. ഞാനിതുപോലെ ആദ്യം ഒരു ആവശ്യത്തിന് പെട്ടെന്ന് കിട്ടപ്പോൾ ചെറുതായിട്ടൊന്ന് ഒടിഞ്ഞു പോയി. അന്ന് എനിക്ക് മനസ്സിലായി ഹാൻഡിൽ വിത്ത് കെയർ ആണ് സംഭവം. അപ്പോൾ നമ്മുടെ ഷെയ്ഡ് 10 പ്ലം ബ്രൗൺ. ഞാൻ ആടി നിൽക്കുകയാണ്, ഇപ്പോൾ വീണോ പിന്നെ വീണോ എന്ന് പറഞ്ഞിട്ട്. അടുത്ത ഷെയ്ഡിലോട്ട് പോവാം.
ഓക്കെ, അപ്പോൾ അടുത്തത് ഷെയ്ഡ് നമ്പർ 11 മൗവ് പിങ്ക്. ഇനി അങ്ങോട്ടുള്ളതെല്ലാം എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡ്സ് ആണ്. വേഗം വേഗം കാണിക്കാം. ചുണ്ടൊക്കെ ഇളകി തുടങ്ങി ഉരച്ചരച്ച്. ഉണ്ടോ? അടുത്ത ഷെയ്ഡ് നോക്കാം. ഇനി ഞാൻ ഇടുന്നത് കാണിക്കുന്നില്ല, ജസ്റ്റ് ടപടപേന്ന് കാണിച്ചു പോവാം. കാര്യം ആസ് യൂഷ്വൽ സ്പേസ് ഇല്ല. രണ്ടാമത്തെ ഓരോന്ന് ഇട്ട് മാച്ച് ഭയങ്കര പാടാണ്. അപ്പോൾ അതിനിടയിൽ കൂടെ വീഡിയോയും കൂടി വരുമ്പോഴത്തേക്കും കുറച്ച് എക്സ്ട്രാ ടൈം എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ജസ്റ്റ് ഹബ്സിൻ്റെ നമ്പർ 12 ആണ്. അതായത് മീഡിയം ന്യൂഡ് ബ്രൗൺ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഇതാണ് ഷെയ്ഡ്. ഇത് ആക്ച്വലി എൻ്റെ മറ്റൊരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഇനി നമുക്ക് നമ്പർ 13 പോവാം. ഓക്കെ, സോ നമ്പർ 13 മൊക്ക ബ്രൗൺ ഷെയ്ഡാണ്. ഒന്നും പറയാനില്ല, അടിപൊളി ഷെയ്ഡാണ്. ഈ ബ്രൗണിൽ ഈ ഒരു ന്യൂഡിലോട്ട് വരുന്നൊരു സംഭവം ഒന്നും ഒരു രക്ഷയില്ലാത്ത ഷെയ്ഡാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഫേവറേറ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൊക്ക ബ്രൗൺ. ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് ഷെയ്ഡ് നമ്പർ 13. ഇനി നമ്പർ 14 കാണാം. നമ്പർ 14 ടോപ്പ് ആണെന്ന് തോന്നുന്നു. എനിക്ക് പ്രൊനൗൺസിയേഷൻ കറക്റ്റായിട്ട് അറിയില്ല. അപ്പം ഈ ഒരു ഷെയ്ഡ് ആക്ച്വലി ഇതൊരു യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. എനിക്ക് കളർ കണ്ടപ്പോൾ ഓവർ ബ്രൗൺ ആയിട്ട് ഫീൽ ചെയ്തത് കൊണ്ട് ഇനി കൊള്ളാകുമെന്നുള്ള പേടിയോട് ഞാൻ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ കൊള്ളാം. പക്ഷേ ഇതാ നിങ്ങൾ കാണുന്ന പോലെ തന്നെ എനിക്ക് ഇപ്പോൾ ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാം ഷെയ്ഡ്സും മോശമല്ല. നമുക്ക് കാണുമ്പോൾ ഈശ്വര ട്രൈ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാലും ഇട്ട് കഴിയുമ്പോൾ എല്ലാം ഒന്നിനൊന്നിന് മെച്ചമായിട്ടുള്ള അടിപൊളി ഷെയ്ഡ്സാണെല്ലാം. അപ്പോൾ ഇതാണ് നമ്മുടെ നമ്പർ 14. ബ്രൗൺ തന്നെയാണ്, പക്ഷേ ചേരുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ബ്രൗൺ ആണ്. ഇനി നമുക്ക് ഷെയ്ഡ് നമ്പർ 15 നോക്കാം. നമ്പർ 15 വന്നപ്പോൾ വീണ്ടും ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. സബ്റ്റിൽ ടീ റോസ് പിങ്ക് എന്നാണ് ഈ ഒരു ഷെയ്ഡിൻ്റെ ഒരു പേര്. ഇതും അത്യാവശ്യം നല്ലൊരു ഷെയ്ഡ് തന്നെയാണ്. ഇത് ഞാൻ അത്യാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൊരു ഷെയ്ഡും കൂടിയാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അതിൻ്റെ ആ ഒരു കോലം കാണുമ്പോൾ. ഏത് ഷെയ്ഡാണ് കൂടുതൽ സ്യൂട്ടാവുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വണ്ണായി നമ്മുടെ 16th വണ്ണിലോട്ട് പോവാം. ഗൈസ്, ഈ ഒരു ഷെയ്ഡ് രക്ഷയില്ല, അടിപൊളി. നമ്മുടെ 16th നമ്പർ എന്ന് പറയുന്നത്, ഇതിൻ്റെ പേര് വന്നിട്ട് കാരമൽ മീഡിയം ബ്രൗൺ എന്നാണ്. കിടിലം ഷെയ്ഡാണ്. എനിക്ക് നേരത്തെ ഇട്ടതിൻ്റെ പിങ്കിൻ്റെ ഒരു ഇത് വരുന്നുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ കിടിലം, ഒരു രക്ഷയില്ല. നമുക്ക് റെഗുലറിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഷെയ്ഡ്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. നല്ല സൂപ്പറായിട്ടുള്ളൊരു ഷെയ്ഡാണ്, സൂപ്പർബായിട്ടുള്ളൊരു ഷെയ്ഡാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഇത് ഇടുമ്പോൾ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. എനിക്കൊന്ന് നമ്മൾ ഈ ഫോണിൽ കാണുന്നതിനെക്കാട്ടിൽ കുറച്ചുകൂടി ഒരു ബ്രൗൺ ആണിത്. എനിക്കൊന്ന് നേരത്തെ ഇട്ട പിങ്കിൻ്റെ എഫക്റ്റ് ആണെന്ന് അറിയില്ല. നല്ലതുപോലെ തുടച്ചതാണ്, പക്ഷെ എന്നാലും ഒരു പിങ്ക് വരുന്നുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ നേരിട്ട് കുറച്ചും കൂടി രസമുണ്ട് ഇത് കാണാൻ. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. അപ്പോൾ ഇത്രയുള്ള ഇതാണ് നമ്മുടെ ജസ്റ്റ് ഹബ്സിൻ്റെ ആ ഒരു 16 ഷെയ്ഡ്സ് എന്ന് പറയുന്നത്. ഭയങ്കര സന്തോഷം. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാൻ എത്രയും വേഗം തീർക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ലാസ്റ്റ് ഓട്ടമായതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും തീർക്കാൻ പറ്റിയത്. അപ്പോൾ ഇതാണ് എനിക്ക് കൂടുതൽ സ്യൂട്ടാവുന്നതെന്ന് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. റെക്കമെൻഡ് ചെയ്യോ ഇല്ലേ എന്നുള്ളൊരു ചോദ്യത്തിന് ഞാൻ ഉറപ്പായിട്ട് ഇത് റെക്കമെൻഡ് ചെയ്യും. അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ഷെയ്ഡും ഒന്നിനൊന്നിന് മെച്ചമാണ്. വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ച് വാങ്ങിച്ച പ്രോഡക്റ്റാണ്. ഒരു തരി പോലും എന്നെ ഡിസപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല. അത്രയും കിടിലമായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. കിടിലം മീൻസ് കിടിലം. ഇത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഫാനായി പോകും. അതിലൊരു മാറ്റവും ഇല്ല. ഈ ഒരു കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള ഒരു പാക്കേജിങ്ങിലാണ് ഇത്രയും 16 ലിപ്സ്റ്റിക്സ് ഉണ്ടായിരുന്നത്. ഭയങ്കര കുഞ്ഞാണിത്. ഇതാ എൻ്റെ കൈയുടെ ഇത്രയേ ഉള്ളൂ. ഇത് അത്രയും കുഞ്ഞാണ്. ഇതിൻ്റെ അകത്താണ് ഈ ഒരു 16 ലിപ്സ്റ്റിക് ഉള്ളത്. ഇത് നമ്മൾ അല്ലാതെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ 575 റുപ്പീസാണ് ഇതിന് വരുന്നത്. പക്ഷേ ഞാനിത് വാങ്ങിച്ചത് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടാണ്. ഡെലിവറി ചാർജും കൊടുത്തിട്ടില്ല, 1 രൂപ പോലും കൊടുക്കാതെയാണ് വാങ്ങിച്ചത്. ഡെഫിനറ്റ്ലി സ്മിറ്റൺ എന്ന് തന്നെയായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് ചെയ്യാം. ഇതിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ വേറൊരു മിനി കിറ്റും കൂടെ ഉണ്ടായിരുന്നു ലിപ്സ്റ്റിക്കിൻ്റെ. മില്യൺ കളേഴ്സ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. അപ്പോൾ അതും ഈ ജസ്റ്റ് ഹബ്സും കൂടെ ഒരുമിച്ച് ചെയ്യണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതിൻ്റെ 16 ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്തപ്പോൾ തന്നെ എൻ്റെ കിളി മൊത്തം
പറഞ്ഞു എന്ന് പറയാം. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആക്ച്വലി സ്മിറ്റൺ എങ്ങനെയാണ് ഫ്രീ ആയിട്ട് കിട്ടിയത് ആ വീഡിയോ ആണ് ചെയ്യണമെന്ന് വിചാരിച്ചത്. അത് 100% ഒരു രൂപ പോലും കൊടുക്കാതെ എങ്ങനെയാണ് ഫ്രീ ആയിട്ട് കിട്ടിയതെന്ന് ചെയ്യണം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ നെക്സ്റ്റത്തെ വീഡിയോ മില്യൺ കളേഴ്സിൻ്റെ വീഡിയോ അതുപോലെ തന്നെ ജസ്റ്റ് ഹെർബ്സിൻ്റെയും ഈ ഒരു മില്യൺ കളേഴ്സിൻ്റെയും ഒരു കമ്പാരിസൺ വെച്ചിട്ട് അടുത്ത വീഡിയോ ചെയ്യാം. എന്നിട്ട് നമുക്ക് സ്മിറ്റൻ്റെ മറ്റേ വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി ഒന്നും പറയുന്നില്ല, കിടിലും പ്രോഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. ഫ്രീ ആയിട്ട് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്താൽ ഞാൻ അടുത്ത വീഡിയോ ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ സ്മിറ്റനിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ പലർക്കും ഫ്രീ ഗിഫ്റ്റായിട്ട് ഈ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ കിട്ടിയതല്ല. അപ്പോൾ ഇങ്ങനെയാണെന്നൊക്കെ നമുക്ക് വരും വീഡിയോസിൽ പറയാം. പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എനിക്ക് ഏത് ഷെയ്ഡാണ് കൂടുതലും ഭംഗിയുള്ളതെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് സ്റ്റേ ചെയ്യുന്നത് ഒരു 3 to 4 hours അടിപൊളിയായിട്ട് സ്റ്റേ ചെയ്യുന്നുണ്ട്. നല്ലൊരു ക്രീമിയാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മളൊരു ലിപ് ബാം ഇട്ടിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എല്ലാം നല്ല അടിപൊളി ഷെയ്ഡാണ്. അപ്പോൾ പുതിയ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. എൻ്റെ അമ്മയെ 5 എണ്ണം ആയതേ ഉള്ളൂ. ഇനി എത്ര എണ്ണം ഉണ്ട്? 16 എണ്ണം +8. അമ്മേ 5 എണ്ണം ആയപ്പോൾ തന്നെ എൻ്റെ കിളി പറഞ്ഞു. ഇടുന്നു വായിക്കുന്നു ഇത് തന്നെ പണി. ഇത് കഴിയുമ്പോൾ എൻ്റെ ചുണ്ടിൻ്റെ അടുത്തൊരു തീരുമാനമാവും. അതാ ഇത് ഇടാൻ മടിച്ചിരുന്നത്. ഉത്തപ്പം വേണോ പെണ്ണെ? ചെറിയൊരു ഷെയ്ഡ് എന്നാലും ഉണ്ട്. അത് ലിപ് ടാറ്റു ചെയ്ത് തന്നെയാണേ. ഓക്കെ, അപ്പോൾ നമുക്ക് 5ാമത്തെ ഷെയ്ഡ് നോക്കാം. ഞാൻ പല്ല് തേക്കല്ല, കിസ്നെ ചുണ്ട് തേക്കാണ്. ഇതുവരെ ആരെങ്കിലും ഈ സാഹസം കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഒറ്റയടിക്ക് 16 മിനി ലിപ്സ്റ്റിക് ഇട്ട് കാണിച്ചിട്ടുണ്ടോന്ന്. എൻ്റെ ആ ഒരു ആത്മാർത്ഥത ആരും കാണാതെ പോരുത്.